അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് റമദാൻ ഡേ 1 ആണ്. മോർണിംഗ് ഒരു 4:30 ഞാൻ അലാറം വെച്ചിട്ട് ഞാൻ എണീച്ചത് ഒരു 4:45 ആയപ്പോഴാട്ടോ. പിന്നെ അങ്ങനെ നേരെ പോയി ബ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അത്താഴം പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്താഴത്തിന് ചോറും തക്കാളി ചട്നി, പപ്പടം, പിന്നെ അത് മീൻകറി ആട്ടോ. മീൻകറി തന്നെ കുറുകിയതുകൊണ്ടാണ് അങ്ങനെ ഒരു മസാല പോലെ ഇരിക്കണേ. ആൻഡ് അടിപൊളിയാണ്, എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനത് കഴിക്കാനിരുന്നു. പിന്നെ ഈ സമയമായതുകൊണ്ടായിരിക്കാം, കാരണം കഴിക്കുമ്പോൾ അങ്ങോട്ട് ഇറങ്ങണില്ല ഫുഡ്. പക്ഷേ കഴിച്ചില്ലെങ്കിൽ സീനാണ്, വിശക്കും. അപ്പം എങ്ങനെയെങ്കിലും സംഭവം കഴിച്ചേ പറ്റൂ. അപ്പം ഞാൻ മെല്ലെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ എണീച്ചത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അത്രക്കണ്ട് മെല്ലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ ബാങ്ക് കൊടുക്കും, അപ്പോൾ സീനാവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തഹജ്ജുദ് കൂടി നിസ്കരിക്കണം എന്നുണ്ട്. ഹോസ്റ്റലിൽ ഞാനും ജിയും മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ പോയിക്കാണ്. അപ്പോൾ ജിയ വേഗം ഫുഡ് കഴിച്ചിട്ട് നിസ്കരിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഫുഡ് കഴിച്ചിട്ട് ഈ ഒരു ഗ്ലാസ് ചായയും കൂടി കുടിച്ചിട്ട് അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നു. ചായ കുടിച്ചപ്പോൾ എൻ്റെ പകുതി മുക്കാൽ മൂഡ് മൊത്തം പോയി. കാരണം നല്ല കടുപ്പും തീരെ മധുരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ചൂടുള്ളതുകൊണ്ട് അങ്ങനെ കുടിച്ച് പോയിട്ടോ. അതിനത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി ഊതെടുത്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ വേഗം നിസ്കരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആ തഹജ്ജുദെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ വേഗം പോയി ഊതെടുത്തിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ വന്നിട്ടോ. ഞാൻ നിസ്കരിക്കാൻ വന്നപ്പോഴത്തേനും ജിയ ഓൾറെഡി നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ ഇന്ന് ഖുർആൻ ഓതുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തഹജ്ജുദ് നിസ്കരിച്ചു കേട്ടോ. നിസ്കാരം കഴിയുമ്പോഴത്തേനും ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വെള്ളം കുടിക്കാൻ നിന്നു. കാരണം പെട്ടെന്ന് കുടിച്ചില്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ വെള്ളം കുടിക്കണം. പിന്നെ വേഗം വെള്ളം കുടിച്ച് തീർത്തിട്ടുണ്ട്. ഞാൻ വെള്ളം കുടിച്ച് കഴിഞ്ഞതും കറക്റ്റ് സമയത്താണ് ബാങ്ക് കൊടുത്തിട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ ഞാനും ചെയ്യുമ്പോൾ എന്നാൽ രണ്ടാൾക്കും ജമാഅത്തായിട്ട് നിസ്കരിക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചു. ثم الوصوف تضيع في أوصافك فبك استباح الشهر يشدو أعذب الأنحاء. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഖുർആൻ ഓതാനിരുന്നു കേട്ടോ. കയ്യിൽ ഖുർആൻ ഉണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഖുർആനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫോണിലാണ് ഞാൻ ഓതിയിരുന്നത്. ഒരു 6:30-7 മണി വരെ ഞാൻ ഖുർആൻ ഓതിയിരുന്നു. പിന്നെ നല്ല വെളിച്ചം വരുന്ന സമയത്താണ് ഞാൻ നേരെ ഉറങ്ങാൻ കടന്നു കേട്ടോ. പിന്നെ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് എണീക്കുന്നത് ഒരു 11 മണി 11:30 ആ ടൈമിലാണ്. ശരിക്കും ഇനി അങ്ങോട്ട് കുറച്ച് പണികളുണ്ട്. കാരണം സൺഡേ ആണ്, എനിക്ക് കുറേ ഡ്രസ്സുകൾ അലക്കാനുണ്ടാവും. കാരണം ഞാൻ സൺഡേസിലാണ് എല്ലാതും അലക്കൽ. ആൻഡ് ഓൾസോ റൂം ഫുള്ള് നല്ല രീതിക്ക് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ 2 പേര് മാത്രമേ ഉള്ളൂ, ഞാനും ചെയ്യും മാത്രമേ ഉള്ളൂ. അപ്പം നല്ല രീതിക്ക് അത് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം അലക്കാനിട്ടിട്ട് വന്നതിന് ശേഷം റൂം വന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ഡ്രസ്സ് നല്ല രീതിക്ക് ഒന്ന് അലക്കലൊക്കെ റെഡി ആവുമല്ലോ. കാരണം വാഷിംഗ് മെഷീനിലാണ് ഞാൻ അലക്കണത്. ഹോസ്റ്റലിൽ ഓൾറെഡി വാഷിംഗ് മെഷീനും ഉണ്ട്, പിന്നെ അലക്ക് കല്ലും ഉണ്ട്. ഞാൻ അലക്ക് കല്ലിൽ യൂസ് ചെയ്യലില്ല. കാരണം കുറേ കുനിഞ്ഞ് നിന്നിട്ടുണ്ട്, എനിക്ക് നല്ല ഇടുപ്പ് വേദന ഉണ്ടാവും. എനിക്ക് ചെറുതായിട്ടൊരു D3ൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇടുപ്പിൻ്റെ കുറച്ച് സീനുണ്ട്, അതുകൊണ്ട് നല്ല പെയിൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇട്ടിട്ട് ആ സമയം നോക്കിയിട്ട് ഞാൻ റൂമിൽ ക്ലീൻ ചെയ്യാനും പിന്നെ എനിക്ക് എൻ്റെ കബോർഡ് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. കബോർഡ് ഡ്രസ്സൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു. അപ്പം അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ കബോർഡ്. ഈ ഒരു കബോർഡിൽ ഏറ്റവും ചെറിയൊരു കബോർഡാണ്. കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞ് കബോർഡായിരിക്കും. പറഞ്ഞാൽ പകുതി മുക്കാൽ സാധനങ്ങൾ നമ്മൾ ബാഗിലോട്ട് വെക്കൽ. റൂമത്തെ ഓരോ പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് വന്ന് നോക്കുന്നുണ്ട് വാഷിംഗ് മെഷീനിലെ തുണി എന്താ അവസ്ഥ എന്ന്. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു പണി ചെയ്യുന്നുണ്ട്. റൂം മൊത്തം ക്ലീൻ ചെയ്ത് ടേബിളൊക്കെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാ പണികളും കഴിഞ്ഞ് ഡ്രസ്സൊക്കെ തോരട്ടിട്ട് ഞാൻ നേരെ പോയി കുളി കഴിഞ്ഞ് വന്നാൽ നേരെ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനൊരു കടക്കൽ എനിക്ക് ശീലമുണ്ട് കേട്ടോ. കാരണം നോമ്പാകുമ്പോൾ പ്രത്യേകിച്ച് കൂടും. എന്താണെന്ന് വെച്ചാൽ വേറെ വല്ല പണികളൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് റിലാക്സ് ചെയ്തിട്ടാണ് കിടക്കുക. അങ്ങനെ കടന്നു പോകും. ചിലപ്പോൾ ആ ഒരു കടത്തത്തിൽ അങ്ങനെ കടന്ന് ഉറങ്ങിയിട്ടും ഉണ്ടാവും കേട്ടോ. ഞാൻ കുറച്ച് നേരം മാത്രമേ കടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് കുറച്ച് നേരം കടന്ന് എണീച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോള്. കാരണം ഫസ്റ്റത്തെ നോമ്പല്ലേ, എന്താ അവിടെ അവസ്ഥ, ഉമ്മക്ക് എന്താണ് ലൈക്ക് ഇഫ്താറൊക്കെ എന്താ അവസ്ഥ, ഫുഡൊക്കെ എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വർത്താനം പറയണ്ടായിരുന്നു. ഉണ്ടായതുകൊണ്ട് തന്നെ അക്കുനും മനൊന്നും സ്കൂളില്ലാത്തതുകൊണ്ട് അക്കുമ്മനെ ഹെൽപ്പ് ചെയ്തിട്ട് ഉമ്മൻ്റെ പിന്നാലെ തന്നെ കേട്ടോ. പിന്നെ കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് ഉമ്മ വെച്ച് പിന്നെ ആ നേരം കൊണ്ടത്തിന് അസർ ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ വേഗം അസർ നിസ്കരിക്കാൻ നിന്നു കേട്ടോ.
പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഞങ്ങളിത് പുറത്തുനിന്ന് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു. ലൈക്ക് പള്ളിയിലൊക്കെ പോയിട്ട് ലൈക്ക് ബീച്ചിൻ്റെ ആ സൈഡിൽ പോയിട്ട് നോമ്പ് തുറക്കുക വെച്ചു. ഫസ്റ്റത്തെ നോമ്പല്ലേ ഒന്ന് റാഹത്താക്കാൻ വിചാരിച്ചു. അപ്പം ഞാനും ഓളുമ്പാടെ നടന്നിട്ടാട്ടോ ബീച്ചിൽ പോകണം. ഇവിടുന്ന് നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ. ഞങ്ങൾ കാലിക്കറ്റ് തക്കാരം എന്ന് പറഞ്ഞിട്ടുള്ള കഫേക്കാട്ടോ പോയത്. അതിൻ്റെ ബാക്കത്തെ വ്യൂ അടിപൊളിയാണ്, ലൈക്ക് ബീച്ച് വ്യൂ ആണ്. പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനും പറ്റും, നല്ലൊരു ആംബിയൻസും കാര്യങ്ങളുമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് കടികളൊക്കെ വാങ്ങി ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ഈത്തപ്പഴം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്ന് പിന്നെ ജ്യൂസും വാങ്ങി ഇവിടെ നിന്ന് തന്നെ വെള്ളവും വാങ്ങിയിട്ട് ഇവിടെ നിന്ന് തന്നെ നോമ്പ് തുറക്കാൻ വിചാരിച്ചു. നല്ല അടിപൊളി റിലീഫ് ആയിരിക്കും, മൈൻഡ് എല്ലാം അടിപൊളി കാം പ്ലേസ് അല്ലേ. അപ്പോൾ ഞങ്ങൾ നോമ്പ് കറക്റ്റ് സമയത്ത് തന്നെ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കടികൾ വാങ്ങിയത് സമൂസയും ഉന്നക്കായും കല്ലുമ്മക്കായൊക്കെ കേട്ടോ. പിന്നെ ജ്യൂസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കുടിച്ചിരുന്ന് ഇനി ബാക്കിയുള്ള ഫുഡൊക്കെ നമുക്ക് എന്തായാലും ഹോസ്റ്റലിൽ പോയിട്ട് കിട്ടും. കാരണം ഹോസ്റ്റലിൽ നമ്മൾ ഫുഡ് എടുത്തേക്കാൻ പറഞ്ഞിട്ടാട്ടോ പോകുന്നത്. ഭയങ്കര പീസ്ഫുള്ളോടെ ഡേ 1 റമദാൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല റാഹത്തോടെ ഞങ്ങൾ നോമ്പ് തുറന്നു കേട്ടോ. وروحي أحرفي ولساني عربية حسبي بأنك منطقي وبياني. നോമ്പൊക്കെ നല്ല രീതിക്ക് തുറന്നു. ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. കാലിക്കറ്റ് ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു പള്ളിക്കാനായിട്ട് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോണത്. അപ്പം പെട്ടെന്ന് നടന്നിട്ടുണ്ടായിരുന്നു, ബീച്ചിൽ കൂടെ അങ്ങനെ നടന്നിട്ട് വേഗം പോയി. കാരണം മഗ്‌രിബ് നമ്മൾ കാത്തുക്കൂല. പിന്നെ കാലിക്കറ്റിൽ ഇഫ്താർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. നോമ്പായി കഴിഞ്ഞാൽ എല്ലായിടത്തും ഓരോ കോംബോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പള്ളി കയറി നിസ്കരിച്ചിട്ട് നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് പോവാം കേട്ടോ. എന്താണ് പറയാനുള്ളത് ചെയ്യുക? റമദാനായിട്ട് എല്ലാവരും നല്ലോണം നടക്കുക. അപ്പോൾ റമദാനായിട്ട് ജിയൻ്റെ ഒരു അഡ്വൈസ് ഉണ്ട് എല്ലാവർക്കും. എല്ലാവരും നല്ല കുട്ടികളായിട്ട് നോമ്പൊക്കെ എടുത്ത് നല്ല ഉഷാറായിട്ട് നടക്കണം എന്നാട്ടോ മുപ്പത്തേര് പറയണത്. ഞങ്ങൾ നേരെ ഒരു 7:30 ആകുമ്പോഴത്തേന് ഹോസ്റ്റലിൽ എത്തിയപ്പോൾ നമ്മൾ വേണമെന്ന് വിചാരിച്ച സാധനം അവിടെ എത്തിയിട്ടുണ്ട്. വാട്ടർ മെലൺ ആട്ടോ. ഭയങ്കര ടേസ്റ്റ് അല്ലേ. മധുരമുണ്ടോ എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കഴിച്ച് നോക്കിയപ്പം അതിനൊരു സമാധാനം ഉണ്ടായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പുറത്ത് നല്ല ഈട്ടിയും നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യും, നല്ല സുഖമായിരിക്കും എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ അതല്ല സംഭവിച്ചത്. പെട്ടെന്നുണ്ട് കറണ്ട് പോയിട്ടോ. കറണ്ട് പോയപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ഇട്ടത്തിൽ നിന്ന് കഴിക്കേണ്ട അവസ്ഥയായിരുന്നു. പത്തിരി ചിക്കൻ കറി ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, പത്തിരി ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തീരെ പ്രതീക്ഷിച്ചില്ല, കാരണം ഇത്രക്കൊക്കെ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ പത്തിരിയും കഴിച്ച് ഒരു ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു. ലൈക്ക് അത് സ്കോച്ച് പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടായിരുന്നു. അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡേ 1 റമദാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം ഇതുപോലത്തെ വീഡിയോസ് ഇനി വരാം. അൺടിൽ ദെൻ ബൈ.